ഫസിഅൻ അൻ ഷൈഇൻ, ഒരു വസ്തുവിനെ കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തല അങ്ങോട്ട് ഉയർത്തി. അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു ജീവി ഓ സുജൂദിൽ ഇങ്ങനെ കിടക്കുക, ഓ ഒറ്റക്ക് ഇങ്ങനെ നിസ്കരിക്കുക, ഒരു ജീവി മുന്നിലേക്ക് ഇങ്ങോട്ട് ആരും പാമ്പോ എന്തെങ്കിലും ഇങ്ങോട്ട് വന്നു പേടിച്ചിട്ട് തല ഇങ്ങോട്ട് ഉയർത്തി. ഏതായാലും തല ഉയർത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ഇടയിലെ ഇരുത്താക്കാന്ന് കരുതിയിട്ട് ആ ഇടയിലെ ഇരുത്തത്തിൽ അവിടെ ഇരുന്നു. ലം യക്ഫി, അത് പരിഗണിക്കപ്പെടൂല. ആ ഇരുത്തം ഇടയിലെ ഇരുത്തമായി എന്താവൂല, പരിഗണിക്കപ്പെടൂല. അപ്പം എന്ത് ചെയ്യണം? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും സുജൂദിലേക്ക് അവൻ മടങ്ങണം. എന്നിട്ട് ആ സുജൂദ് പൂർത്തിയാക്കിയിട്ട് ഇടയിലെ ഇരുത്തത്തിലേക്ക് വീണ്ടും വരണം. പിന്നെ രണ്ടാമത്തെ സുജൂദ് ചെയ്യണം. മനസ്സിലായില്ലേ? ആ ഇപ്പം നമ്മൾ പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുക സംഭവിക്കൂലേ? പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുകയാണ്. പള്ളിയിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ ആരുമില്ല, പള്ളിയുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ശബ്ദം. പെട്ടെന്ന് നിങ്ങൾ പേടിക്കൂലേ? നമ്മൾ സുജൂദിലാണ്, പെട്ടെന്ന് തല അങ്ങോട്ട് പൊന്തിച്ചു. തല പൊന്തിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ രണ്ടാമത് സുജൂദിക്ക് പോകണ്ടെന്ന് കരുതി ഇടയിൽ അവിടെ ഏതായാലും കയ്യിലെ കിട്ടിയ ചാൻസ്. ഓരോ ഫർളുകളിലും ആ ഫർളിൽ നിർബന്ധമായ കാര്യങ്ങളും അതിൻ്റെ കൂടെ സുന്നത്തായ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇടയിലെ ഇരുത്തത്തിൽ സുന്നത്തായ കാര്യങ്ങൾ, ഈ സുന്നത്ത് ഫർളിൻ്റെ കൂടെ സുന്നത്ത് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ നിസ്കാരം പരിപൂർണ നിസ്കാരമായി മാറുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സുനനുഹു, നിസ്കാരത്തിൻ്റെ ഇടയിലെ ഇരുത്തത്തിലെ സുന്നത്തുകൾ തക്ബീർ, തക്ബീർ ചൊല്ലലാണ്. അപ്പോൾ സുജൂദിൽ നിന്ന് നമ്മൾ ഇടയിലെ ഇരുത്തത്തിലേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് വേണം വരാൻ. ഇത് പ്രത്യേകം സുന്നത്താണ്. ഈ അല്ലാഹു അക്ബർ സുജൂദിൽ നമ്മൾ തല ഉയർത്തൂലേ, അപ്പം തുടങ്ങണം ആ തക്ബീർ. തല ഉയർത്തുമ്പോൾ തക്ബീർ തുടങ്ങുക, ഇരുത്തം അവസാനിച്ചാൽ തക്ബീർ അവസാനിക്കുകയും ചെയ്യാം. അല്ലാഹു അക്ബർ മനസ്സിലായി? ഇരുത്തത്തിലേക്ക് വന്നതിന് ശേഷം നമ്മൾ തക്ബീർ അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇത് പ്രത്യേകം സുന്നത്താണ്. ചില ആളുകൾ സുജൂദിന് തല ഉയർത്തിയിട്ട് ഇരുത്തത്തെ പ്രത്യേകം മനസ്സിലാക്കണേ. നമ്മൾ രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലാണ് ഉള്ളത്. അങ്ങനെ ഇടയിലെ ഇരുത്തം എന്താണ്? ഫർളാണ്, എട്ടാമത്തെ ഫർളാണ്. പക്ഷെ ആ ഇരുത്തം ഏത് രൂപത്തിലിരിക്കണം? അൽ ഇഫ്തിറാഷു സുന്നത്തുൻ ബൈന സജിദത്തൈനി, രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം അത് ഇഫ്തിറാഷിൻ്റെ രൂപത്തിൽ ഇരിക്കലാണ് ഏറ്റവും സുന്നത്ത്. മനസ്സിലായില്ല? ആ ഇടയിലെ ഇരുത്തം ഇതാണ് ഇഫ്തിറാഷിൻ്റെ രൂപം. ഇഫ്തിറാഷിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇടത് കാലിൻ്റെ ഞെരിയാണിൻ്റെ മേലെ ഇരിക്കുക, എന്നിട്ട് വലത് കാലിങ്ങനെ കുത്തി വെക്കുക. ഇങ്ങനെ കുത്തി വെക്കുക. വെക്കാൻ കഴിയുന്നവർ കേട്ടോ, അല്ലാത്തവർ വെക്കണ്ടേ, ഇങ്ങനെ വെച്ചാലും മതി, കുഴപ്പമില്ല. ഇടത് കാലിൻ്റെ ഞെരിയാണ്ട മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് വലത് കാലിങ്ങനെ കുത്തി വെക്കുക കഴിയുന്നവർ. അങ്ങനെ കുത്തി വെക്കുമ്പോൾ ഈ വിരൽ തുമ്പുകൾ ഖിബിലയുടെ ദിശയിലേക്ക് തിരിയുന്ന രൂപത്തിലായിരിക്കണം. ഇങ്ങനെ ഒന്നും വെക്കരുത്. ചിലവർക്ക് തടിയുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ വെക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ വെക്കാം, നമുക്ക് വയ്ക്കണ മാതിരിയൊക്കെ വെക്കാം. മനസ്സിലായല്ലോ? സുന്നത്ത്. പക്ഷേ പരിപൂർണ്ണ സുന്നത്തിൻ്റെ കൂലി ഇങ്ങനൊക്കെ ഇരിക്കുമ്പോഴേ ഇട്ടുള്ളൂ. ഈ രൂപത്തിലിരിക്കലാണ് സുന്നത്ത്. രണ്ട് സുജൂദിൻ്റെ ഇടയിലിരിക്കണം, ഈ രൂപത്തിലിരിക്കണം. പക്ഷെ ഇരുത്തം നിർബന്ധമാണ്. അവിടെ ഒന്ന് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയമെങ്കിലും അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ ഏത് രൂപത്തിലാണ് ഇരിക്കാന്ന് മനസ്സിലായി. ഇനി ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാൻ, രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല, ഇങ്ങനെ ഇരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇരിക്കോട്ട് കുഴപ്പമില്ല. ഇനി ഇങ്ങനെ ഇരിക്കാനും കഴിയില്ല, അയാൾ നീട്ടി ഇങ്ങനെ കാല് നീട്ടിയിട്ടും വെക്കാം, പല കോലത്തിലും വെക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, നിൽക്കാൻ കഴിയുന്നവർ ഇരുന്നിട്ട് സ്കരിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ റുക്കുവും സുജൂദൊക്കെ ആ രൂപത്തിൽ വരും. അതൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല. നമുക്ക് ആവശ്യത്തുള്ളതോടുകൂടി നമ്മൾ മറക്കേ രണ്ട് സൂര്യൻ്റെ ഇടയിൽ ഇരുത്തോ, മറന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിലേക്ക് മടങ്ങണം, ചെയ്യണം, നിർബന്ധമാണല്ലോ. ഒരു ഫർള് മറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്ന ആ ഫർള് ആ ഫർളിലേക്ക് നമ്മൾ മടങ്ങണം. നിസ്കാരത്തിൻ്റെ 14 ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫർള് മറന്നാൽ വേഗം നമ്മൾ അത് ചെയ്യണം, അല്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഓർമ്മ വന്നു കഴിഞ്ഞാൽ ഫർള് നമ്മൾ വീണ്ടെടുക്കണം.